ഹേയ്, അടുത്ത നമ്മളെ പരിപാടി മടവൂരായിരുന്നു. പോകുമ്പോ തന്നെ റൂമിൽ 2 ബെന്നിരിക്കുണ്ടായിരുന്നു, അത് കഴിച്ചു. ഇന്നൊരു ന്യൂ മോഡൽ സ്വിഫ്റ്റിലാട്ടോ പരിപാടിക്ക് വരുന്നത്. സുഹൈലായിരുന്നു നമ്മളെല്ലാ സപ്പോർട്ടിന് വേണ്ടി ഒപ്പം വന്നു. ഇവന്റെ പ്രത്യേകത ക്യാമറ ഓൺ ആക്കിയ പിന്നെ ആള് ഫുള്ള് ചിരിയായിരിക്കും. ഇന്നത്തെ ടാക്ക് വിത്ത് സെയ്ദ് പ്രോഗ്രാമിൽ കോൺഫിഡൻസിന്റെ ഭാഗം പറയാനുള്ള അൻസിനെ വണ്ടി കയറ്റി പെരിങ്ങലെത്തിയപ്പോ പെരും ബ്ലോക്ക്. എനിക്കാണെങ്കിൽ ബ്ലോക്കായ ടെൻഷൻ കൂടും, പരിപാടിക്ക് വൈകുമെന്നേ. ടെൻഷൻ കൂടിയപ്പോ എനർജി വരാൻ വേണ്ടി നമ്മൾ ചോട്ടാ ഭീമിന്റെ ട്രിക്ക് എടുത്തു, 3 ലഡു കഴിച്ചു. അല്ലെങ്കിലേ മനുഷ്യൻ നേരെ വയ്ക്കണം. അപ്പൊ ഒരു സൈക്കിളാരുടെ മുമ്പ് കൂടെ ചാടിട്ടോ. ഇവിടുത്തെ പോലീസ് സീര നിർത്താതെ പോയ പിന്നാലെ ഒന്ന് ചാവി ഊരിക്കൊണ്ടോ. ഇയാള് ഫേമസ് ആണ്. അൻസ് ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട് 1.5 മാസമായി. ചായയിൽ മധുരമില്ലെങ്കിലും ലഡും ജിലേബിയും ഒക്കെ നല്ലോണം കുത്തി കയറ്റിട്ടോ. ഈ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും ഉണ്ടായി ഈ പെട്ടി ബസ്സൊക്കെ കണ്ടോ. ഡ്രൈവർ ഇങ്ങനെ ബ്ലോക്ക് ആയപ്പോ തലൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ഞങ്ങളെ മഞ്ചേരി മെട്രോ സിറ്റി ആവുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ചെറിയ ബസ്സുകളൊക്കെ. അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഹൗ ടു സ്പീക്ക് ലൈക്ക് ആൻ ഔറ എന്നതിനെ കുറിച്ച് 2 hours പ്രോഗ്രാം ആയിരുന്നു. അവിടെ കോളേജിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് അവിടെ തന്നെ ഗിഫ്റ്റ് കൊടുത്തു. ഇവിടെ ഫുഡ് സ്പെഷ്യൽ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത്. കാരണം CM വലിയുള്ളതിന്റെ ബർക്കത്തുള്ള നാടൻ ചോറും മീനൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് മന്തി. 2ാം പ്രാവശ്യം പപ്പടം കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ വീണ്ടും പപ്പടം കൊടുത്തു കിട്ടോ. നല്ല സ്നേഹമുള്ള മക്കള്. 3ാമത്തെ പപ്പടം ചോദിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതും തന്നടാ. അവർക്ക് എന്തൊരു സ്നേഹം എന്നറിയോ. ഈ ബാക്കിൽ നിൽക്കുന്ന ചങ്ങായിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി എന്താ വന്നിട്ട് ചോദിച്ചു നമ്മൾ പറഞ്ഞൊക്കെ കൊടുന്നരും. പിന്നെ ഫുഡ് കഴിച്ച് ഉടനെ അവിടുന്ന് ഒരു കോഫി കുടിച്ച് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങുമ്പോൾ CM വലിയുള്ളതിന്റെ മക്കാമ് സിയാർത്ത് ചെയ്യാൻ മറന്നില്ല. അവിടുന്ന് ദുആ ചെയ്ത് ഇറങ്ങി. പിന്നെ നമ്മൾ മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലേ, വണ്ടിക്ക് ദാഹിക്കുണ്ടാവും എന്ന് വിചാരിച്ച് കുറച്ച് പെട്രോൾ വാങ്ങിച്ചു കൊടുത്തു. വണ്ടി കയറും മുമ്പ് എന്റെ ഫേവറേറ്റ് ബൺഫിൽ ഉണ്ടായിരുന്നു, അത് ഒരെണ്ണം കഴിച്ചു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് കുറ്റിക്കാട്ടൂര് പോയി അവിടുത്തെ ഫേമസ് പപ്പായ ജ്യൂസ് കുടിച്ചു. ഇത് ഭയങ്കര ഫേമസ് ആട്ടോ. വെറും 30 രൂപ നല്ല ടേസ്റ്റ് ഉണ്ട്. ജ്യൂസ് മുഴുവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ ദാഹപ്പ അവരുടെ വെള്ളം വാങ്ങിയിട്ട് അതും കുടിച്ചു. സ്നാ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പപ്സ് വാങ്ങി പാർസലാക്കിയിരുന്നു. വൈന്ന് വിശന്നപ്പോൾ അത് എടുത്ത് തിന്നു. പിന്നെ കുറച്ചു നേരം വണ്ടിയിലിരുന്ന് ബോറടിച്ചപ്പോൾ റൂമിക്ക് പാർസലാക്കുന്ന ചിക്കൻ റോൾ എടുത്ത് കഴിച്ചിട്ടോ. റൂമിൽ നിന്ന് ഇനി വേറെ വാങ്ങാലോ. റൂമിലെത്തിയപ്പോൾ അതാ ബോച്ചെ ടീ അവിടെ ഇരിക്കുന്നുണ്ട്. സ്റ്റെപ്പ് എന്തായിരിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാലോ. അപ്പൊ ശരി, മാസലാമ.